പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്താവൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഒരു സുഖവും മനഃശാന്തിയതും ഇഹലോകമോ തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. അവൻ വഴികളെ ഞാൻ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ തിരുസന്നിധി ഞങ്ങളായിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല തമ്പുരാനെ, അവർണ്ണനീയമായ അങ്ങയുടെ ദാനത്തെക്കുറിച്ച് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ അനന്തമായ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹങ്ങളെയും കൃപകളെയും ഹൃദയങ്ങളെ സ്വീകരിക്കുവാൻ ഞങ്ങളിതാ ഒരുങ്ങിയിരിക്കുന്നു. ഈശോയെ, അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന്. അങ്ങയുടെ സമാധാനവും ശാന്തിയും ലോകം മുഴുവനിലും വ്യാപരിക്കുവാൻ അങ്ങ് തന്നെ ഇടവരുത്തണമേ. പത്രോസിൻ്റെ പിൻഗാമിയായി സഭയുടെ അജപാലകനായി അങ്ങ് തിരഞ്ഞെടുത്തുയർത്തിയ മാർ ലെയോ പാപ്പായി 14-ാമൻ പാപ്പയെ ഓർത്ത്, ഓ നല്ല ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നല്ലൊരു അജപാലകനെ സഭയ്ക്ക് നൽകിയ അങ്ങയുടെ നിസ്സീമമായ സ്നേഹത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഈശോയെ, അവർണ്ണനീയമായ അങ്ങയുടെ ദാനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങ് ഞങ്ങളെ ഇത്രയും സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് അറിയാതെ ഞങ്ങൾ ചോദിച്ചു പോകുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. അവർ പ്രാതൽ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ ശെമിയോൻ കേപ്പായോട് ചോദിച്ചു, യോനായുടെ പുത്രനായ ശെമിയോനെ, ഇവരേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? അയാൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ. അവൻ അയാളോട് അരുളി ചെയ്തു, എൻ്റെ കുഞ്ഞാടുകളെ എനിക്കായി നീ മേയ്ക്കുക. അവൻ രണ്ടാമതും അയാളോട് ചോദിച്ചു, യോനായുടെ പുത്രനായ ശെമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? അയാൾ പ്രതിവചിച്ചു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ. ഈശോ അയാളോട് അരുളി ചെയ്തു, എൻ്റെ ആടുകളെ എനിക്കായി നീ മേയ്ക്കുക. അവൻ മൂന്നാമതും അയാളോട് ചോദിച്ചു, യോനായുടെ പുത്രനായ ശെമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് മൂന്നാമതും അവൻ ചോദിച്ചതിനാൽ കേപ്പ ദുഃഖിച്ചു. അയാൾ അവനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, നിനക്കെല്ലാം അറിയാം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്നും നിനക്കറിയാം. ഈശോ അയാളോട് അരുളി ചെയ്തു, എൻ്റെ പെണ്ണാടുകളെ എനിക്കായി നീ മേയ്ക്കുക. ഈശോയുള്ള സ്നേഹത്താൽ നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് അവിടുത്തെ അപേക്ഷിക്കാം. പത്രോസ് തൻ്റെ ദിവ്യഗുരുവിനെ 3 പ്രാവശ്യം ഉപേക്ഷിച്ച് പറഞ്ഞതിന് ഈശോ എപ്രകാരം സ്നേഹത്തിൻ്റെ 3 പരസ്യ പ്രഖ്യാപനങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് നമുക്കൊന്ന് ധ്യാനിച്ചു നോക്കാം. അവിടുന്ന് പത്രോസിനെ അദ്ദേഹത്തിൻ്റെ അവിശ്വസ്തതയെ ചൊല്ലി ഒരിക്കലും ശകാരിച്ചിട്ടില്ല. ഇപ്പോൾ അവിടുന്ന് ആവശ്യപ്പെടുന്ന പരിഹാരം പത്രോസിൻ്റെ സ്നേഹം മാത്രമാണ്. നമ്മുടെ കർത്താവിൻ്റെ ആചാര്യവഹമായ കാരുണ്യം. ഇത്ര നല്ല ഗുരുവിനെ എപ്പോഴെങ്കിലും ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നന്ദിഹീനതയ്ക്ക് പരിഹാരം ചെയ്ത് അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ ഇത് നമ്മുടെ ഹൃദയത്തെ പ്രത്യാശ കൊണ്ട്
നിറയ്ക്കേണ്ടതല്ലേ? വിശുദ്ധ പത്രോസ് ശ്ലീഹ തൻ്റെ അധപതനം വഴി വിനീതനാകാൻ എങ്ങനെ പഠിച്ചു എന്ന് നമുക്ക് ധ്യാനിക്കാം. താൻ മറ്റുള്ളവരേക്കാൾ ശക്തനും വിശ്വസ്തനുമാണെന്ന് പത്രോസ് മുമ്പ് കരുതിയിരുന്നു. അദ്ദേഹം ഈശോയോട് പറഞ്ഞു, എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ നിന്നിൽ ഇടറുകയില്ല എന്ന്. ഇപ്പോൾ ഈശോ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് തൻ്റെ അഹംഭാവത്തെയും അതേ തുടർന്നുണ്ടായ ഭയങ്കരമായ വീഴ്ചകളെയും കുറിച്ച് ഓർത്തുകൊണ്ട്, എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ എന്ന് മറുപടി പറയുന്നു. നമ്മുടെ കഴിഞ്ഞ കാലത്തെ കുറ്റങ്ങളിൽ നിന്ന് വിനയത്തിൻ്റെ എത്ര ശ്രദ്ധേയമായ പാഠങ്ങൾ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ അജഗണത്തെ ഭരമേൽപ്പിക്കുന്നതിന് മുൻപ് ഈശോ പത്രോസിൽ നിന്ന് സ്നേഹപ്രഖ്യാപനം സ്വീകരിക്കുന്നത് ശ്രദ്ധിക്കുക. നാം അവിടുത്തെ യോഗ്യരായ ശുശ്രൂഷകരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യമായി ചെയ്യേണ്ട കാര്യം തന്നെ സ്നേഹിക്കുകയാണെന്ന് നമ്മെ പഠിപ്പിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവിൽ മാത്രമേ നമുക്ക് പാപികളെയും അഗതികളെയും കുട്ടികളെയുമെല്ലാം സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. അവിടത്തോടുള്ള സ്നേഹം മാത്രമേ നമ്മെ ക്ഷമാശീലരും കരുണാർദ്ദരും അർപ്പണസന്നദ്ധരും ആക്കുകയുള്ളൂ. ഈ ഗുണവിശേഷങ്ങളിൽ നാം കുറവുള്ളവരാണെങ്കിൽ ഈശോയോടുള്ള നമ്മുടെ സ്നേഹം തീരെ അപര്യാപ്തമാണെന്ന് കരുതാം. നമ്മുടെ കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തീക്ഷ്ണത, ആത്മാക്കളെ പ്രതിയുള്ള തീവ്രമായ തീക്ഷ്ണത അവിടത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അവിടുന്ന് രക്തം ചിന്തി രക്ഷിച്ച ആത്മാക്കളെ സ്നേഹിക്കാതെ നമുക്ക് എങ്ങനെ അവിടുത്തെ സ്നേഹിക്കാൻ കഴിയും? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. ശിഷ്യന്മാർ 11 പേരും ഈശോ നിർദ്ദേശിച്ചിരുന്ന ഗലീലിയയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. ഈശോ അവരെ സമീപിച്ച് അരുൾ ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് മാമോദീസ നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം പാലിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. ഇതാ, ലോക അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഈശോയെ കൂടുതൽ അറിയുന്നതിനും കൂടുതൽ സ്നേഹിക്കുന്നതിനുമുള്ള അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ കാണുന്നതിനും അവിടുത്തോട് സ്നേഹ സംഭാഷണം ചെയ്യുന്നതിനും അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കുന്നതിനും സ്ത്രീഹന്മാർക്കുണ്ടായ അതീവ താല്പര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. അവിടുന്ന് ഗലീലിയായി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് അവിടുത്തെ കാണാനുള്ള അസുലഭ സന്ദർഭം നഷ്ടപ്പെടാതിരിക്കാൻ അവിടേക്ക് അവർ സന്തോഷപൂർവ്വം യാത്ര ചെയ്യുന്നു. സ്ത്രീഹന്മാർ അത്യധികം ആഗ്രഹിച്ച ഈ സൗഭാഗ്യം നമുക്കും നൽകപ്പെടുന്നുണ്ടെന്ന് ഓർക്കുക.
ശരീരത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നാം ഈശോയെ കാണുന്നില്ലെങ്കിലും അവിടുന്ന് യഥാർത്ഥത്തിൽ അൾത്താരയിൽ പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണെന്ന് വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നു. അവിടെ എല്ലാ ദിവസവും നമുക്കവിടെ സന്ദർശിക്കാം, അവിടുത്തോട് സംഭാഷണം നടത്താം, അവിടുത്തെ പക്കൽ നിന്ന് സഹായവും ഉപദേശവും നമുക്ക് ആവശ്യമായവയൊക്കെയും സ്വീകരിക്കാം. എന്തൊരു ബഹുമതി! അവിടുത്തെ ദിവ്യ സാന്നിധ്യം ശരിയായി പ്രയോജനപ്പെടുത്താൻ അറിയാവുന്ന വൈദികന് അനുഗ്രഹങ്ങളുടെ എത്ര വലിയ ഉറവിടമാണത്. തൻ്റെ തന്നെ വിശുദ്ധീകരണത്തിനും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയുടെ വിജയത്തിനും എത്ര ഫലദായകമായ സഹായമാണിത്. സ്വർഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരി പോലും അധികാരത്തിൽ ഈശോയോട് കിടപിടിക്കുമോ? ഇത്ര പ്രഭാവനായ നമ്മുടെ കർത്താവ് വെറും ശൂന്യത മാത്രമാകുന്ന നമ്മുടെ വിശ്വസ്ത സുഹൃത്തും സഹായകനും സംരക്ഷകനുമാകാൻ ആഗ്രഹിക്കുന്നു. ഇത്ര വലിയ സവിശേഷ അനുഗ്രഹത്തിന് അർഹത നേടാനും അതിനുണ്ടാകാവുന്ന പ്രതിബന്ധങ്ങൾ നീക്കാനും ഞാൻ എത്ര ഉത്സാഹത്തോടും ശ്രദ്ധയോടും കൂടി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ തീഷ്ണതയാലും ദൈവസ്നേഹത്തിലുള്ള ഉത്സാഹത്താലും ഈ സൗഹൃദം കൂടുതൽ ഗാഢമാക്കാൻ പാടുള്ളതെല്ലാം നമുക്ക് ചെയ്യാം. ഇതാ, ലോകാവസാനം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന വാക്കുകൾ നമുക്ക് ഹൃദയാൽ ശ്രവിക്കാം. കർത്താവ് അർത്ഥമാക്കുന്നത് ഇതാണ്: ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ച കാര്യം നിസ്സാരമല്ല, എന്നാൽ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഈ വാക്കുകൾ നമ്മെക്കുറിച്ച് തന്നെ നമുക്ക് പ്രയോഗിക്കാം. കാരണം നമ്മൾ ഏത് ജീവിത അന്തസ്സിലാണെങ്കിലും നമ്മുടെ ദൈവവിളി അനുസരിച്ച് നമ്മുടെ തന്നെ വിശുദ്ധീകരണത്തിനായി, നമ്മുടെ തെറ്റുകൾ തിരുത്തുന്നതിനും നമ്മെ വിശുദ്ധരാക്കുന്നതിനും സുഹൃതങ്ങൾ അഭ്യസിക്കുന്നതിനുമായി നിരന്തരം പരിശ്രമിക്കുവാൻ നമുക്ക് കടമയുണ്ട്. നമുക്ക് മറ്റുള്ളവരുടെ ആത്മാക്കളെ രക്ഷിക്കുന്നതിനും വിശുദ്ധീകരിക്കുന്നതിനും, അതായത് അവരെ പാപത്തിൽ നിന്ന് അകറ്റുന്നതിനും സുഹൃതത്തിൻ്റെ മാർഗത്തിലൂടെ നയിക്കുന്നതിനും കടമയുണ്ട്. നമ്മെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ഈ കടമ നിർവഹിക്കാൻ നമുക്ക് കഴിയുമോ? നാം അവിടുത്തെ ഉപേക്ഷിക്കുകയോ നമ്മിൽ നിന്ന് തള്ളിക്കളയുകയോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ കർത്താവ് തീർച്ചയായും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കെന്ത് ഭയപ്പെടാനാണ്? നാം എന്തിന് നഷ്ടധൈര്യരാകണം? വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ. അവസാനം 11 പേരും ഭക്ഷണത്തിനിരിക്കെ അവൻ അവർക്ക് പ്രത്യക്ഷനായി. ഉചിതനായ തന്നെ കണ്ടവരെ വിശ്വസിക്കാതിരുന്നത് നിമിത്തം വിശ്വാസക്കുറവിൻ്റെയും ഹൃദയകാഠിന്യത്തിൻ്റെയും പേരിൽ അവൻ അവരെ കുറ്റപ്പെടുത്തി. അവൻ അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ ലോകമെങ്ങു പോയി സർവ്വ സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ.
നമ്മിൽ സജീവ വിശ്വാസവും ഈശോയുടെ അനന്ത നന്മയിലും വൈഭവത്തിലും അചഞ്ചലമായ പ്രത്യാശയും ഉണ്ടാകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ ഉദ്ധാനത്തിൽ സജീവമായി വിശ്വസിക്കുവാൻ ശ്രീഹന്മാരോട് എത്ര നിർബന്ധപൂർവം ഈശോ ആവശ്യപ്പെടുന്നെന്ന് ചിന്തിക്കാം. ഈ വിശ്വാസം ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാനമാണ്. ഇത് അവർക്ക് ആത്മാക്കൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ പ്രചോദനവും പരീക്ഷണങ്ങളിൽ ശക്തിയുടെയും ആശ്വാസത്തിൻ്റെയും കേന്ദ്രവുമാകേണ്ടിയിരിക്കുന്നു. നമുക്കും ദൈവരാജ്യ വിസ്തൃതിക്കായി നിസ്വാർത്ഥം പ്രയത്നിക്കാൻ സാധിക്കണമെങ്കിൽ ഉദ്ധാനത്തിലുള്ള സുദൃഢമായ വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. ആകയാൽ അതിനായി നാം എത്ര തീഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ടതാണ്. വിശ്വസിക്കുന്നതിൽ തീരെ മന്ദഗതിയിലായിരുന്ന സ്ത്രീഹന്മാരെ ഈശോ ശാസിക്കുന്നത് ശ്രദ്ധിക്കുക. നാമും നമ്മുടെ കർത്താവിൻ്റെ ശാസനകൾക്ക് അർഹരായി തീർന്നിട്ടില്ലേ? ദൈവം വെളിപ്പെടുത്തിയവയും തിരുസഭ പഠിപ്പിക്കുന്നവയും സംശയലേശമെന്നിയെ നാം വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. എങ്കിലും പ്രയോഗത്തിൽ പലപ്പോഴും നമ്മുടെ വിശ്വാസം നിദ്രാധീനമായി കാണപ്പെടാറില്ലേ? ഉദാഹരണമായി, നമ്മുടെ കർത്താവ് ഏറ്റവും നല്ല, ഏറ്റവും വേഗമുള്ള, ഏറ്റവും വിശ്വസ്തനായ സ്നേഹിതനാണെന്ന് നാം വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് നാം അവിടത്തോട് പെരുമാറുന്നുണ്ടോ? അതായത് നമ്മുടെ പ്രത്യാശ മുഴുവൻ അവിടുന്ന് സമർപ്പിക്കുന്നുണ്ടോ? നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുത്തെ അടുക്കൽ പോകുന്നുണ്ടോ? അവിടത്തോട് സംസാരിക്കാനും അവിടുത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാനും നാം ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇത്ര വിലയേറിയ സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ പാടുള്ളതെല്ലാം നാം ചെയ്യുന്നുണ്ടോ? ഈ ലോകവസ്തുക്കളെല്ലാം സ്വർഗനിധികളോട് തുലനം ചെയ്യുമ്പോൾ വെറും ശൂന്യത മാത്രമാണെന്ന് നാം വിശ്വസിക്കുന്നു. എങ്കിലും ഈ നിധികൾ ശേഖരിക്കാൻ വേണ്ടി ചില ചെറിയ സന്തോഷങ്ങൾ ബലിയർപ്പിക്കുന്നതിന് നാം വളരെ വൈമനസ്യം പ്രദർശിപ്പിക്കുന്നു. ഇപ്രകാരമെങ്കിൽ നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസം സജീവമാണോ എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. നമ്മുടെ കർത്താവ് എങ്ങനെ സ്ത്രീഹന്മാരെ ആശ്വസിപ്പിക്കുന്നു എന്ന് ചിന്തിക്കുക. അവർ അവിടുത്തെ ഇനിമേൽ കാണുകയില്ലെന്നും അവരെ നിരന്തരം വീക്ഷിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ കർത്താവിൻ്റെ ഈ വാഗ്ദാനം സ്ത്രീഹന്മാരെ പോലെ നമുക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
ആകയാൽ നമ്മൾ ചെയ്യുന്ന ഏത് ജോലികളിലും നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിലും ഞെരുക്കങ്ങളിലും ആശ്വാസപ്രദമായ ഈ ചിന്തകൾ നമുക്ക് നിലനിർത്താം. പൗലോസ്ലിഹ കൊളോസോസിൽ സഭയ്ക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. നിങ്ങൾ മിശിഹായുടെ കൂടെ ഉയർത്തെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മിശിഹ ഇരിക്കുന്ന ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവിൻ. ഭൗമിക കാര്യങ്ങളിലല്ല, ഉന്നതങ്ങളിലെ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുവിൻ. നമ്മുടെ ഹൃദയത്തെ ലൗകിക വസ്തുക്കളിൽ നിന്ന് കൂടുതൽ അകറ്റുന്നതിനും നമ്മിൽ സ്വർഗീയ കാര്യങ്ങളിൽ ആസക്തി വർദ്ധിപ്പിക്കുന്നതിനും അനുഗ്രഹം നമുക്ക് വിനയപൂർവ്വം അപേക്ഷിക്കാം. ശുദ്ധീകര വരപ്രസാദത്താൽ നാം പ്രകൃത്യാതീതമായ ഒരു നവജീവനിലേക്ക്, അതെ, വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നത് പോലെ അത്ഭുതവാഹമാമിതം നമ്മെ ദൈവിക സ്വഭാവത്തിൽ ഭാഗഭാക്കുകളാക്കുന്നതിനും നമ്മുടെ സ്വഭാവത്തിന് മേൽപ്പെട്ടുള്ളതുമായ ഒരു ജീവനിലേക്ക് നയിക്കപ്പെടുന്നു. നമ്മുടെ ലൗകിക ജീവിതം തന്നെ തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ്. എന്നാൽ സ്വാഭാവികമായ എല്ലാ പ്രതീക്ഷകൾക്കും ആശകൾക്കും അതീതമായ ഒരു നിലയിലേക്ക് നമ്മെ ഉയർത്തുന്ന ഈ ദാനത്തെക്കുറിച്ച് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഒരു രാജാവ് തൻ്റെ പ്രജകളിൽ ഒരാളെ തൻ്റെ മകൻ്റെ കിരീടാവകാശികളുടെ സ്ഥാനത്ത് ഉയർത്തിയാൽ അത് മഹത്തായ ഔദാര്യമായി എല്ലാവരും പരിഗണിക്കും. എന്നാൽ ഇതുതന്നെയും ദൈവം നമുക്ക് ചെയ്തു തന്നിട്ടുള്ളതിൻ്റെ മങ്ങിയ ചിത്രീകരണം മാത്രമേ ആകുന്നുള്ളൂ. ആകയാൽ ഈ സ്വഭാവാതീത ജീവിതത്തെ നാം എത്ര അധികമായി വിലമതിക്കണം. അതീത ജീവിതത്തെ അത് നഷ്ടമാകാതിരിക്കാൻ എത്രയധികം ശ്രദ്ധാലുക്കളും നിശ്ചയദാർഢ്യമുള്ളവരുമായിരിക്കണം. ദൈവകൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന മാർഗങ്ങൾ ഉപയോഗിച്ച് അതിനെ വർദ്ധിപ്പിക്കാൻ നാം എത്ര താൽപ്പര്യപൂർവ്വം പരിശ്രമിക്കണം. മഹനീയമായ ഈ സ്ഥാനത്തിനനുസൃതമായി ജീവിക്കാൻ നാം സവിശേഷം ശ്രദ്ധിക്കേണ്ടതല്ലേ? മിശിഹായുടെ കൂടെ ഉയർത്തെങ്കിൽ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കുവിൻ. ഭൗമിക കാര്യങ്ങളിലല്ല, ഉന്നതത്തിലെ കാര്യങ്ങൾ വിചാരിക്കുവിനെന്ന് വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. രാജാവിൻ്റെ ദത്തുപുത്രനായി സ്വീകരിക്കപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ പഴയ പരിതസ്ഥിതികൾ അന്വേഷിച്ചു പോകുമോ? ഇത്ര ധനികനായി ഉയർന്ന അയാൾ ഏതാനും നയാ പൈസ തൊട്ടുകൾ പെറുക്കിയെടുക്കാൻ ക്ലേശിക്കുമോ? മുമ്പ് അവന് സുഖം നൽകിയിരുന്ന നിസ്സാര വസ്തുക്കൾ സമ്പാദിക്കാൻ ഇന്നയാൾ ബുദ്ധിമുട്ടുമോ? താൻ ഉയർത്തിപ്പെട്ടിരിക്കുന്ന മഹനീയ സ്ഥാനത്തിന് യോജിച്ച വിധം അത്ര ഉയർന്ന ചിന്തകളും അധികാര തൃഷ്ണയും ആയിരിക്കുകയില്ലേ ഇന്ന് അയാളുടേത്? ദൈവസുതൻ എന്ന നിലയിൽ നമ്മുടെ സ്ഥിതി കൂടുതൽ മഹനീയമാകിയാൽ അതിൻ്റെ തോതനുസരിച്ച് നമ്മുടെ അഭിലാഷങ്ങളും ഉദ്യമങ്ങളും കൂടുതൽ ഉന്നതമാവണം.
ദൈവത്തിൻ്റെ അതുല്യ കൃപാകടാക്ഷം നമ്മെ ഉയർത്തിയ അത്യുത്കൃഷ്ട സ്ഥാനത്തിന് അനുഗുണമായിരിക്കണം എൻ്റെ സമസ്ത വിചാരങ്ങളും വികാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും. ലോകവസ്തുക്കളെ സ്വർഗീയ കാര്യങ്ങളോട് താരതമ്യം ചെയ്തു നോക്കാം. ലൗകിക വസ്തുക്കൾ അനിശ്ചിതവും ക്ഷണികവും നശ്വരവുമാണ്, തന്മൂലം അഗണ്യവുമാണ്. ഏറ്റവും വലിയ ലൗകിക നന്മ ധനമോ ബഹുമതിയോ സുഖമോ സന്തോഷമോ ഏതുമായിക്കൊള്ളട്ടെ, സ്വർഗീയ നന്മകളുടെ മുമ്പിൽ തീരെ നിഷ്പ്രഭമായി തീരുന്നു. വിശുദ്ധർ ഇത് മനസ്സിലാക്കിയിരുന്നതിനാൽ ലോകവസ്തുക്കളെക്കുറിച്ച് ഗമിച്ചിരുന്നിരുന്നു മാത്രമല്ല, അവയെ വെറുക്കുക പോലും ചെയ്തിരുന്നു. പൗലോസ്ലീഹ പറയുന്നു, ഈശോയെ സമ്പാദിക്കാൻ വേണ്ടി ഞാൻ അവയെല്ലാം അമേധ്യമായി കരുതി. മഹത്വം പ്രാപിച്ച നവജീവനോടുകൂടെ ഈശോ സ്ത്രീഹന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് കാണുന്നതായി സങ്കല്പിക്കാം. കൂടുതൽ യഥാർത്ഥമായ ഒരു ആധ്യാത്മിക ജീവിതം ആരംഭിക്കാൻ അനുഗ്രഹം അപേക്ഷിക്കാം. നമ്മുടെ കർത്താവ് നമ്മിൽ വസിക്കുക എത്ര ആവശ്യകമാണെന്ന് ചിന്തിക്കാം. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നാം സുവിശേഷമായി തീരാൻ ഒരു ക്രിസ്ത്യാനിക്കൊത്ത വിധം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അവിടുന്ന് നമ്മിൽ വസിക്കുന്നില്ലെങ്കിൽ, അതായത് അവിടുത്തെ ചൈതന്യം നമ്മിലില്ലെങ്കിൽ, അവിടുത്തെ ആശയങ്ങളും അഭിലാഷങ്ങളും നമ്മുടെ ആശയങ്ങളിലും അഭിലാഷങ്ങളിലും അവിടുത്തെ പ്രവൃത്തികൾ നമ്മുടെ പ്രവൃത്തികളിലും പ്രതിഫലിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ കർത്തവ്യം യഥായോഗ്യം നിർവഹിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? മാത്രമല്ല, ഇത്ര ഉദാത്തമായ മാതൃക നമ്മിൽ രൂപപ്പെടുത്തുന്നതിനേക്കാൾ മഹനീയവും ഉത്കൃഷ്ടവും ഉപകാരപ്രദവുമായ ഒരു നേട്ടം വേറെ എന്തുണ്ട്? ഇത് മനസ്സിൽ കരുതിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കാൻ സർവപ്രയത്നങ്ങളും ക്രമവൽക്കരിക്കാം. അവിടുത്തെ ഉദ്ധാനം സർവദാ പരിപൂർണമായിരുന്നു. ഉദ്ധാനം ചെയ്ത രക്ഷകനെ എങ്ങനെ നമ്മുടെ ജീവിത മാതൃകയാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കാം. മരണത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ തൻ്റെ മഹിമയെ ആച്ഛാദനം ചെയ്യാൻ അവിടുന്ന് അനുവദിച്ചില്ല. നമ്മുടെ കർത്താവ് നമ്മിൽ വസിക്കുന്നെങ്കിൽ, ഞാൻ അവിടുത്തോടുകൂടെ ഉദ്ധാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ മരണമാകുന്ന പാപത്തിൻ്റെ ഗന്ധം നമ്മിൽ കാണുവാൻ പാടില്ല എന്ന് നമ്മിൽ നിന്ന് സ്വാർത്ഥ സ്നേഹം, വിഷയാസക്തി, അഹങ്കാരം എന്നിവയെയും ലോകവസ്തുക്കളോടുള്ള അഭിവാഞ്ചയും അകറ്റിക്കളയണം. ദൈവത്തിൽ വസിക്കുക എന്ന അനുഗ്രഹത്തേക്കാൾ നിർവൃതിദായകമായി മറ്റൊന്നുമില്ല. അത് ലഭ്യമാകാൻ ഇങ്ങനെ മാത്രമേ നമുക്ക് കഴിയൂ. ഇതുവരെ പരിപൂർണതയോടെ ഈ പദവി വരെ നാം എത്തിയിട്ടില്ലെങ്കിൽ, ലോകവസ്തുക്കളെ ഉദാരമായ മനസ്ഥിതിയോടെ ത്യജിച്ചുകൊണ്ടും പരിപൂർണമായ ആത്മപരിത്യാഗം അഭ്യസിച്ചുകൊണ്ടും അസൂയാർഹമായ ആ സ്ഥാനം കൈവരിക്കാൻ എന്നാൽ നമ്മളാ പാടുള്ളതെല്ലാം നാം ചെയ്യേണ്ടിയിരിക്കുന്നു.
യഥാർത്ഥമായ ആധ്യാത്മിക ജീവിതം നയിക്കാനുള്ള യജ്ഞത്തിന് നമുക്ക് ദൈവസഹായം അപേക്ഷിക്കാം. ഈശോയുടെ ഉദ്ധാനം അറിയിക്കാൻ വന്ന എമ്മാവൂസിലെ ശിഷ്യരോട് കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു എന്ന് ശിഷ്യന്മാർ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കാം. ഈശോയുടെ ഉദ്ധാനം വെറുമൊരു മായാ ദർശനമല്ല, ഈശോ യഥാർത്ഥത്തിൽ ജീവനോടെ ആയിരിക്കുന്നു. ഈ കാര്യത്തിലും ഈശോ നമ്മുടെ മാതൃകയാകുന്നു. നമ്മുടെ ആധ്യാത്മിക ജീവിതം ബാഹ്യമാത്രമാണെങ്കിൽ അത് വിലയില്ലാതായിത്തീരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ സുഹൃതവാനല്ലാതിരിക്കെ ആളുകൾ നമ്മളെ സുഹൃതരെന്ന് കരുതുന്നത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെട്ടുകൂടാ. ദൈവം നമ്മുടെ ഹൃദയം തൃക്കൺ പാർക്കുന്നു. അവിടുന്ന് നമ്മുടെ ഏറ്റവും നിഗൂഢമായ വികാരങ്ങളെയും അഭിലാഷങ്ങളെയും അറിയുന്നു. സംദർശിയായ അവിടുത്തെ നയനങ്ങൾ നമ്മുടെ അന്ധകരണത്തിൻ്റെ അഗാധ തലങ്ങളെപ്പോലും നിരീക്ഷിക്കുന്നു. മനുഷ്യർ നമ്മെ വിലമതിക്കുകയും പ്രശംസിക്കുകയും നമ്മെക്കുറിച്ച് നന്നായി ചിന്തിക്കുകയും ചെയ്തേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വിലയിരുത്തലിൽ നമ്മുടെ ഉദ്ദേശ്യങ്ങളും പ്രവൃത്തികളും അവിടുത്തെ പരിഗണനയ്ക്ക് അർഹതയില്ലാത്തതെങ്കിൽ അതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം? ദൈവത്തിൽ നിന്നാണ് നമ്മുടെ പ്രവൃത്തിയുടെ ഫലമണിയിക്കാൻ ശക്തിയുള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾ ലഭിക്കുക. അവിടുന്ന് തന്നെയാണ് ഒരു ദിവസം നമ്മെ വിധിക്കാനും നമ്മുടെ നിത്യ സൗഭാഗ്യവും പ്രതിസമ്മാനവും നൽകാനും ഇരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ആധ്യാത്മിക ജീവിതം യഥാർത്ഥത്തിൽ ശരിയായിരുന്നോ ഇല്ലയോ എന്ന് ഗൗരവപൂർവ്വം നാം പരിശോധിക്കുകയും പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തുന്നതിന് അശ്രദ്ധ പരിശ്രമം ആരംഭിക്കുകയും വേണം. മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്ത ഈശോ ഇനി ഒരിക്കലും മരിക്കുകയില്ല. മരണത്തിന് ഇനി അവിടുത്തെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കുകയില്ല എന്ന വിശുദ്ധ പൗലോസ്ലീഹയുടെ വാക്കുകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നാം പാപമാകുന്ന മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. എങ്കിലും നാം വീണ്ടും അതിൽ വീണേക്കാം. നമ്മുടെ കർത്താവിനെ അനുകരിച്ച് ആധ്യാത്മിക ജീവൻ ശക്തിപ്പെടുത്തിക്കൊണ്ട് അത് വീണ്ടും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നിലനിൽപ്പിനുള്ള അനുഗ്രഹം ദൈവത്തിൻ്റെ ദാനമാണ്. നിരന്തരവും തീക്ഷ്ണവുമായ പ്രാർത്ഥന വഴി നമുക്കത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഹൃദയത്തിന്മേലും പഞ്ചേന്ദ്രിയങ്ങളിന്മേലും നിതാന്ത ജാഗരൂകത പുലർത്തിക്കൊണ്ടും ക്രമരഹിതമായ സ്നേഹങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടും അത് നിലനിർത്തുകയും ചെയ്യാം. ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാണോ? പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിനെന്ന ഈശോനാഥൻ്റെ വാക്കുകൾ നമ്മൾ അനുസ്മരിക്കാറുണ്ടോ? കാരുണ്യവാനും സ്നേഹസമ്പന്നനുമായ നല്ല ദൈവമേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ തിരുസന്നിധിയിലായിരുന്നു കൊണ്ട് അങ്ങയെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ
ഉദിതനായ അങ്ങയെ കണ്ടുകൊണ്ട് അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഓ നല്ല തമ്പുരാനെ, അങ്ങയുടെ സ്നേഹം എത്ര വിസ്മയാവഹമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങിലേക്ക് ഓടിയടുക്കുവാൻ, അങ്ങയുടെ കൃപകളെ സ്വീകരിക്കുവാൻ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ, ഞങ്ങളുടെ ഓരോ വഴികൾ നിന്റെ വഴികളായി തീരുവാൻ, നിന്റെ ചിന്തകൾ മാത്രം ഞങ്ങളുടെ ചിന്തയെ ചേക്കേറുവാൻ, നിന്റെ മിഴികളിലൂടെ മാത്രം അവരെ നോക്കുവാൻ, നിന്റെ മൊഴികളിലൂടെ മാത്രം അവരോട് സംസാരിക്കുവാൻ, നിന്റെ ഹൃദയത്തിലൂടെ മാത്രം അവരെ സ്നേഹിക്കുവാൻ ഞങ്ങളെ അങ്ങ് കനിഞ്ഞനുഗ്രഹിക്കണമേ. ഓ നല്ല തമ്പുരാനെ, അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണ്. നീ എനിക്ക് ഏറെ വിലപ്പെട്ടവളാണ്. ഞാൻ നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഓ നല്ല തമ്പുരാനെ, സദാ ഞങ്ങളുടെ സംരക്ഷകനായി, സഹയാത്രികനായി, സൗഹൃദത്തിൻ തണലേകി, സമയങ്ങൾക്കതീതമായി ഞങ്ങളുടെ കൂടെയായിരിക്കുന്ന അങ്ങയുടെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ ഈശോയെ, അങ്ങയെ ഞങ്ങൾ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നു. എൻ്റെ ഈശോയെ, അങ്ങയെ ഞങ്ങൾ ഒത്തിരി ഒത്തിരി ആരാധിക്കുന്നു. എൻ്റെ മുഖം തേടുവീൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു. കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവേൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവേൻ, കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഓ നല്ല തമ്പുരാനെ, അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ മാധുര്യം നുകരുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളെ എത്രമാത്രം കരുതുന്നു. അങ്ങ് ഞങ്ങളെ എത്രമാത്രം വിശ്വസിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് ആര് ഞങ്ങളെ അകറ്റി നിർത്തും? അങ്ങയുടെ സ്നേഹം എത്ര വിസ്മയാവഹമാണ്. തൻ്റെ ഏകജാതനായ പുത്രൻ ഈശോയിലൂടെ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ സ്നേഹം. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 44-44 അധ്യായം 22 തിരുവചനം.
കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഏഷ്യ 44:6 ഇസ്രായേലിൻ്റെ രാജാവ് രക്ഷകനും സൈന്യങ്ങളുടെ നാഥനുമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ ആദിയും അന്ത്യവുമാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഏഷ്യ 41:18 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലതു കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഈശോയെ, ഈ തിരുവചനത്തിലെല്ലാം ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും, ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുള്ളവരെയും, ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും, ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവരെയും എല്ലാവരെയും ഈശോയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കൂടെ നടക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റവും യോഗ്യമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യവിശുദ്ധമേ
ആശ്വാസദായകൻ പ്രിയനേശുവേ, മർത്യരാം ഞങ്ങൾ തൻ ആരാധന. ആശ്വാസദായകൻ പ്രിയനേശുവേ, മർത്യരാം ഞങ്ങൾ തൻ ആരാധന. മർത്യരാം ഞങ്ങൾ തൻ ആരാധന. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ, സ്നേഹത്തിൻ ഭാവമേ, എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ, സ്നേഹത്തിൻ ഭാവമേ,